അവസാന നാളുകൾ വന്നെത്തി. വീഡിയോ ഫോട്ടോ വീഡിയോ അവസാന നാളുകൾക്കുള്ള വീഡിയോ ഇതാ വന്നെത്തി. വെറുതെ വരാമത്തില്ലല്ലേ. ഇത് കൊള്ളാം കേട്ടോ, സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഇരിക്കണേ അതുകൊണ്ടൊക്കെ താഴെ പോകല്ലേ അവസാന നാളെ ഫോണിൻ്റെ അവസാന നാളാവും. അതായത് വീണാ അത് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വീഴുള്ളൂ അല്ലേ. അപ്പോൾ അവസാന നാളുകൾ അവസാന മണിക്കൂറുകൾ വന്നെത്തി. റേറ്റ് മീ അല്ല എൻ്റെ റേറ്റ് പറയാനല്ല, മണിക്കൂർ എത്ര വില ഇവിടെ മറ്റേ ഇരി അവിടെ ഈ പിണയാതെ. അതിങ്ങനെ നേരെ തന്നെ ഒഴുക്ക് കാരണം ഇങ്ങനെ വീഴും. അപ്പോൾ ഇങ്ങനെ വീഴുന്നു എനിക്ക് കറക്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ, എന്തൊക്കെയാണ് എൻ്റെ മണ്ടത്തരങ്ങൾ എല്ലാവരും അറിയാം. എന്നാൽ 2 വാക്ക് പറ. എന്നെ പറ്റി ഒരു 2 അക്ഷരം. ഒരക്ഷരം തന്നെ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ അക്ഷരം അത് പ്രായത്തിന്റെ ചെറിയ പ്രായത്തിന്റെ ഉള്ള കുഴപ്പങ്ങൾ. പിന്നെ നല്ലവൻ. നീ നിന്നെ പറയൂ. ഞാൻ മൊത്തത്തിൽ മാറി വയ്ക്കാം. പറഞ്ഞു ക്യാമറ നീയല്ലേ കാണുള്ളൂ. അത് വേറെ കാര്യം. ശരി മോഹൻലാൽ പിടിക്കണം. അപ്പോൾ അതാണ് എല്ലാം അവസാന നിമിഷങ്ങളായി. മണി 6:30 അപ്പോൾ നിൽക്കാറില്ല. ഞാൻ 6 മണിക്ക് കാലിയാക്കണം പരിപാടി. നാട് വേണ്ടി എവിടെയാണ് വർക്ക് ചെയ്യണമെങ്കിലും പരിസരം അറിയണം. നമ്മള് പരിസരമല്ല, ഇത് നാട്ടിലെ ഒറ്റ മനുഷ്യർക്ക് അങ്ങോട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. അമ്മമാർക്കൊക്കെ പേരിടുക. അങ്ങനെ ആയിപ്പോയി. ഓ 6:30 റേറ്റിംഗ് 10-ൽ ഒരു 5-6 ഒരു 8:30. ബാക്കി 2:30 എന്താണ്? 2:30 ഇവിടെ പോയി. 2:30 പറയൂ. അല്ല 8 എങ്ങനെയെന്ന് പറയണ്ടേ? അല്ല ആദ്യം തെറ്റ് വന്നിട്ട് എനിക്കാകെ സുഖം. അങ്ങനെ ഓക്കെ വോട്ട് പ്രോസ് പറഞ്ഞിട്ടേ കോൺസ് പറയാൻ. പ്രോസ് പ്രോയാണ്. പ്രോ അല്ലെങ്കിലും പ്രോയാണ്. പ്രോ പോലെ അഭിനയിക്കും. നല്ല അഭിനയം. പക്ഷെ ഫ്രണ്ടിൽ ആരും വരരുത്. അതില്ല, അത് കൺട്രോൾ. വർക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ എന്നാലൊന്നുമില്ല, അത് പറയട്ടില്ല. അത് കോൺസിൽ വരുന്ന പ്രോയിൽ വരില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ സൗണ്ട് കേൾക്കണം. അത് പ്രോ പറയണം. ഫോൺ നമ്മൾ തുറന്നിടാം. അത് ശരി. ക്ലിയറായി കേൾക്കണം. പ്രോ പറയുമ്പോൾ വർക്ക് അത്യാവശ്യം പറയണത് എല്ലാ സാധനങ്ങളും ഉടനെ എഴുതി വയ്ക്കാറും ചെയ്ത് തുടങ്ങാറുമുണ്ട്. പിന്നെ വേറെ എന്താണ്, ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട് ഇല്ലേ? പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ കഴിവെന്താണെന്നും നിന്റെ എത്രത്തോളമാണ് നിനക്ക് ചെയ്യാൻ പറ്റണമെന്നും അറിഞ്ഞ് ആ വർക്കിനെ എടുക്കാൻ ട്രൈ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് മെയിൻ. ഒരു 3 പ്രോസ് നല്ല ഒരുപാട് പ്രോസ് വേണമെങ്കിൽ പറയാം. കാര്യം എന്ത് ചെയ്യാനുള്ള മൈൻഡുണ്ട്, ഓപ്പൺ അപ്പാണ്. പിന്നെ പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന് അഡീഷണൽ പോയിന്റ്സ് ഇട്ട് ഒരു നല്ലതാക്കാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടി അതിനെ തീർത്ത് അങ്ങനെ പോകാൻ ടൈം കളയാം. അങ്ങനെ ഒരു പ്രൊസീജിയർ അല്ല എന്നുള്ളത് നിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമാണ്. ചിലർക്ക് ഒരു വർക്ക് കൊടുത്താൽ പിന്നെ വൈകുന്നേരം ആയാലും തീരും. അത് ഇങ്ങനെ ഇരുന്ന് 6 മണി എങ്ങനെയെങ്കിലും ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു 1000 പേര് 2000 പേര് വർക്ക് ചെയ്ത സ്ഥലത്താണെങ്കിലും വർക്ക് ചെയ്ത സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ സാധനമൊക്കെ പഠിച്ചിട്ട് വന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും ഒരാൾ എങ്ങനെ ഉഴപ്പാൻ തുടങ്ങുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതേ സാധനങ്ങളൊക്കെ തന്നെ കോൺസെപ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വലിയ പോകും. അത് ചെയ്യാൻ വേണ്ടി വർക്ക് എഴുതി വെക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തിയാതെന്ന് പറഞ്ഞാൽ വർക്ക് എഴുതി വെച്ചിട്ട് തുടങ്ങിയിട്ട്
ഏറെക്കുറെയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ റിലേ പോകും, കട്ടായി പിന്നെ ഒരു പൊട്ടനാവും. കുറച്ചുമ്പോ എനിക്ക് സ്ഥിരമുള്ള ഒരു പൊട്ടനെ പോലെ ഒന്നും മനസ്സിലാവാതെ ഇരിക്കും. ചിലപ്പോ ABCD പോലെ ഇരിക്കും ഞാൻ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അത് ബാക്കി ചവിട്ടി തീർത്തിട്ട് അങ്ങനെ ഒന്ന് സെറ്റപ്പ് ആയി വരുന്നതിന് ഇതുണ്ട്. പിന്നെ ഫോളോ അപ്പ് കുറവ്. ഈ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ തന്നെ മൊത്തം തീർന്നോ ഇല്ലെന്നുള്ളത് ചെക്ക് ചെയ്യാതെ ലോഗൗട്ടാവും. അടുത്തതിലോട്ട് പോകുന്നത് വേറെ വിഷയം. ഫുള്ളി ലോഗൗട്ടാവും. നമ്മളൊക്കെ ആണെങ്കിൽ അടുത്തതിലോട്ട് പോയാൽ മറ്റേ ബാക്കി കൂടെ നമ്മൾ ഏറ്റതാണെന്നുള്ള ഒരു ഫിനിഷിങ്ങിൽ വരും. പിന്നെ ഒരു സാധനം പ്ലസ്സാണ്, ടൈംലി വരിക, ടൈംലി പോകുക എന്നുള്ളത് പ്ലസ്സാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തീരാതെ അല്ലെങ്കിൽ തീർക്കാതെ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാതെ ഇന്നതാണ് എന്നുള്ളത് തിരിച്ച് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിങ് കുറവാണ്. റിപ്പോർട്ടിങ് അത് വേറെ എവിടത്ത് പോകുമ്പോഴായാലും ഈ റിപ്പോർട്ടിങ് ഇതൊക്കെ എന്താണോ പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യണം. വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ എനിക്ക് അഡീഷണൽ ചെയ്യാം. കാര്യം വേറെ ആളില്ല. അതുപോലെ അഡീഷണൽ ഫ്രീഡം ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ളത് അഡീഷണൽ ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റില്ല മറ്റത് ചെയ്യണോ എന്നുള്ളത് റീസൺ പറയാൻ പറ്റും. ചിലർക്ക് അത് പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. സോ റിപ്പോർട്ടിങ് മെയിൻ. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക, റിപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് എന്താണോ തന്നിരിക്കുന്നത് അത് എത്രത്തോളം ഫിനിഷായി അല്ലെങ്കിൽ അത് എത്രത്തോളം ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഹാൻഡ് ഓവർ ഇന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതും ഇതാണ്. പിന്നെ മെയിൻലി ഇപ്പം നിനക്ക് ഇവിടുത്തെ തന്നെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് ഇതായിരിക്കും എൻ്റെ മനസ്സിലായത്. നെക്സ്റ്റ് സ്റ്റേജ് ഈ സ്ഥാപനം ഇതിൻ്റെ തിരിച്ചുള്ള ഞാൻ ചോദിക്കുന്നുണ്ട്. അത് വേറെ അത് എടുക്കാം. പാർട്ട് 2 എടുക്കാം. ഈ പറഞ്ഞ സംഭവം ഇങ്ങനെയാണ്. എന്താണ് ഈ സംഭവം കോൺസിൽ പറഞ്ഞ സാധനങ്ങൾ ഇതാണ്. പിന്നെ ഒരു സാധനം പഠിക്കാനുള്ളതുണ്ട്. അത് കൂടുതൽ സാധനങ്ങൾ പഠിക്കാനും അത് അപ്ലൈ ചെയ്യാനും അതിൻ്റെ ഒരു ടൈം കളയാനും ഇതൊക്കെ. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ സ്ഥിരം ഓടുന്ന സാധനങ്ങൾ കാര്യം ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുകളിലോട്ടൊന്നും കിട്ടാൻ പറ്റും. അതാണ് അതിൻ്റെ അത്. പിന്നെ ഈ പറഞ്ഞില്ല ദിസ് ഈസ് മൈ ലിമിറ്റ് എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് വെക്കാം. പക്ഷെ അത് കാണിക്കും. ദിസ് ഈസ് മൈ ലിമിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാം. പക്ഷേ ദിസ് ഈസ് നോട്ട് അവർ ലിമിറ്റ്. ആ ലിമിറ്റ് അവിടെ വരുന്നത് നമുക്ക് ഒരിക്കലും ലിമിറ്റ് ഇല്ല. ആ ലിമിറ്റ് അവിടെ വരണം എന്തെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ബേസ്ഡോ അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും ദിസ് ഈസ് മൈ ലിമിറ്റ്. ശരിക്കും അതായിരിക്കും നമ്മൾ ആ ലിമിറ്റ്. നമ്മൾ നേരത്തെ ഒരു സാധനം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് തീർക്കാം. നിൻ്റെ വർക്കിംഗ് ടൈം കറക്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞാൽ 10 to 12 വരെ നീ മാഷായിട്ട് വർക്കാവും. അപ്പം അപ്പോൾ തന്നുകൊണ്ടിരുന്ന ആ മെഷീൻ കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ തിരിച്ചു വരും. അത് കഴിഞ്ഞ് നീ ഫെഡപ്പ് ആകുമ്പോഴാണ് ബാക്കി ഈ പറഞ്ഞ ലാഗ് വരുന്നത് ABCDയിലൊക്കെ തിരിച്ചു പോകണതും അങ്ങനെയൊക്കെയുള്ള സെറ്റ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് ബ്രേക്ക് ചെയ്തിട്ട് പാർട്ടായിട്ട് സോൾവ് ചെയ്യണം എല്ലാ സമയവും. അതിന് നിനക്ക് ഫിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഇപ്പം നമുക്ക് എന്നെ ഇപ്പോൾ ഒരാളുടെ വർക്ക് ഒരാൾ തന്നു. അതിൻ്റെ സ്പ്ലിറ്റിങ് എങ്ങനെ നടക്കുമെന്ന് അറിയാമോ? ഫസ്റ്റ് അറ്റൻഡിങ് തരുന്ന സാധനത്തിന് തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ട് ഇത്രയാണ് സാധനങ്ങൾ ഇത്രയല്ലേ എന്ന് അവരെടുത്ത് ചോദിച്ചു വെച്ചാൽ അങ്ങനെ പ്രോസസ്സിങ് ടൈം ഉണ്ട്. ആ ടൈമിൽ ഇത്രയും മതി, ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ബാക്കി ഡിസൈനിങ് ഞാൻ ചെയ്ത് അയച്ചു തരാം പറഞ്ഞ് നിർത്താം. എന്നിട്ട് അടുത്ത് അറ്റൻഡ് ചെയ്യും. അടുത്ത് അറ്റൻഡ് ചെയ്ത് അയാൾക്ക് അടുത്ത് തീറ്റ അയാളെ കൊത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അടുത്ത് കാര്യം ഞാൻ സിംഗിളാണ് നോട്ടിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് തീരും. അത് എന്നിട്ട് ഈ ടിക്ക് മാത്രമല്ല നീ കണ്ടിട്ടുള്ളൂ. തമ്പ് പിന്നെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ഹാർട്ടാവും. എന്തിനാണ് അടുത്ത സ്റ്റേജ് കടന്നു എന്നുള്ളത്. പിന്നെ അങ്ങനെ സ്റ്റേജ് കടക്കുമ്പോൾ നമ്മളെ ഫീൽഡിൽ നമ്മൾ ചെയ്യാത്ത കാര്യമാണ് ഇനി ചെയ്യേണ്ട കാര്യമാണ്. ഒരാളൊരു എഡിറ്റിംഗ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർക്ക് തന്നാൽ ഇത്ര എഡിറ്റിങ്ങേ പാടില്ല. നിങ്ങൾ തന്ന മാറ്റർ ഇതാണ്, നിങ്ങളെ മാറ്ററിൽ ഇത്ര എഡിറ്റിംഗ്, ഇതിനപ്പുറം എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഇത് പ്രൊഫഷണൽ എത്തിക്സിൽ വരണം നമ്മുടെ ഫീൽഡിൽ. അങ്ങനെ വാങ്ങിക്കുന്നവരെ രക്ഷപ്പെടും.